എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 10th പ്രിലിംസ് സ്റ്റേജ് 3 കണക്കിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു ബോർഡ് മാസിലുള്ള ചോദ്യമായിരുന്നു. നമുക്ക് തന്നിട്ടുള്ളത് ബോർഡ് മാസത്തെ ചോദ്യമാണ്. ഞാനതൊന്ന് എഴുതാം. ബോർഡ് മാസ് നമുക്കറിയാം എന്തുകൊണ്ട് ഈ ബോർഡ് മാസം എന്നൊക്കെ എഴുതുന്നത് അല്ലേ. 15 + 33 ഹരിക്കണം 11 ഗുണിക്കണം ബ്രാക്കറ്റിൽ 12 ഹരിക്കണം 3 പിന്നെ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് എന്താണ് -10 എന്നാണ്. ഞാനൊന്ന് എടുത്തെഴുതുകയാണ്. 15 കൂട്ടണം 33 ഹരിക്കണം 11 ഗുണിക്കണം ബ്രാക്കറ്റ് ഓപ്പൺ 12 ഹരിക്കണം 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു -10. ഇത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബോർഡ് മാസ് എന്നുള്ള ഇതിൽ നോക്കുമ്പോൾ ബ്രാക്കറ്റാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഇതാക്കുന്നത് 12 ഹരിക്കണം 3 ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി നോക്കുന്ന ഡിവിഷൻ ഹരിക്കാനാണ് പറയുന്നത്. ഹരിക്കാനുള്ളതുണ്ടല്ലോ. അതെ 33 ഹരിക്കണം 11. 33നെ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 3 11 ആണ് 33. അപ്പോൾ നമുക്ക് അത് അവിടെ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 15 കൂട്ടണം 3 ഇവിടെ ഗുണിക്കണം എന്നാണ്. ഗുണിക്കണം 4 കുറയ്ക്കണം 10 എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ്? ഈ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കാനാണ് അല്ലേ. അപ്പോൾ ഗുണിക്കാനാണെന്നുണ്ടെങ്കിൽ 3 × 4 ചെയ്യാം. 3 × 4 12. അപ്പോൾ അതായത് എന്താണ്? 15 കൂട്ടണം 12 കുറയ്ക്കണം 10 എന്നുള്ള പോലെയായി. അപ്പോൾ ഇതൊന്നും ചെയ്താൽ മതി. 15ഉം 10. ഇനിയിപ്പോൾ ഇതാകുന്ന അഡീഷൻ കൂട്ടാനാണ്. കുറച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂട്ടലും കുറയ്ക്കലും മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ 15ഉം 12ഉം കൂട്ടി 27. 27ൽ നിന്ന് 10 പോയാൽ എത്രയാണ്? 17. ഉത്തരം ഓപ്ഷൻ ബി 17 ആണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 36² / 6². നമുക്കിത് 36ൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ പിന്നെ 6ൻ്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം എടുക്കും അല്ലേ. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ? 36ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 36 ഗുണിക്കണം 36 ആണ്. / ഹരിക്കണം. ഈ 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഗുണിക്കണം 6 അല്ലേ. ഇനി നോക്ക്, നമുക്ക് ഈ 36നെ ഈ 6 കൊണ്ട് വെട്ടാം. അല്ലെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 36നെ 6 കൊണ്ട് വെട്ടാണെന്നുണ്ടെങ്കിൽ 6 6 36. ഈ 6ഉം വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 36. ബാക്കി എത്രയുള്ളത്? 36. ഏതാ ഉത്തരം? ഓപ്ഷൻ എ അല്ലേ ഉത്തരം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെട്ടി ചെറുതാക്കാനുള്ള ചെറിയ പരിപാടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടാനൊന്നും നിൽക്കാതെ 36 ഗുണിക്കണം 36 എന്ന് എഴുതിയതിന് ശേഷം / 6 ഗുണിക്കണം 6 എത്രയാണ്? 36 അല്ലേ. 6 അല്ലെങ്കിൽ 6ൻ്റെ സ്ക്വയർ 36 അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് വെട്ടിയാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഏത് രീതിയിൽ ചെയ്താലും ഉത്തരത്തിലേക്ക് എത്തും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. √0.444 അങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. √0.44 അങ്ങനെ പോകുന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ചോദ്യമാണ്. നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യത്തിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.444 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാമെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം? 4/9 എന്ന് പറഞ്ഞിട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 4 റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.111 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/9 എന്ന് എഴുതാമെന്ന് നമ്മളിതിന് മുമ്പുള്ളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയുള്ളവർക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ചോദ്യം ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ 0.444 അങ്ങനെ പോണേനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/9. അപ്പോൾ നോക്ക്, ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി? 4/9 4നെ 9 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ ഈ 4/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 4ൻ്റെ റൂട്ട് എത്രയാണ്? 4ൻ്റെ റൂട്ട് 2 / ഇവിടെ 9ൻ്റെ റൂട്ട് എത്രയാണ്? 3. 2/3 എന്ന് വന്നു. 2/3 എന്ന് വന്നു. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2നെ 3 കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 2 ഹരിക്കണം 3. 2നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, ഇനി ഒരു 0 ഇട്ട് കൊടുത്തു. ഇനി എത്രയാണ്? 3 6 18. അപ്പോൾ 6 കൊണ്ട് ചെയ്തു 18 ശിഷ്ടം 2. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ജസ്റ്റ് ഞാൻ ഒരു സ്റ്റെപ്പും കൂടിയും പറയാം. അപ്പോൾ ഇനി നമ്മൾ 0 ഇട്ടു. ഇനി 3 18. ഇനി അപ്പോൾ ഇതിനൊരു അന്ത്യം ഉണ്ടാവും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 0.666 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതിന്ന് കിട്ടേണ്ടിയിരുന്ന സാധനം എന്താ? ഈ 0.444 അങ്ങനെ പോണേനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/9 എന്ന് എഴുതാം. അതായിരുന്നു ഇതിലെ കീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം.
1.5 ഗുണിക്കണം 0.2 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. കണ്ടാൽ സിമ്പിളാണ്, പക്ഷേ ചെയ്യാനുണ്ട് താനും. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണ്? 1.5 സ്ക്വയർ ഗുണിക്കണം 0.2 സ്ക്വയർ. ഇത് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ്? 1.5ൻ്റെ സ്ക്വയർ കാണാം, അതുപോലെ 0.2ൻ്റെ സ്ക്വയർ കാണാം, എന്നിട്ട് അതിനെ ഗുണിച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറയാം. അതായത് 1.5ൻ്റെ സ്ക്വയർ കാണുന്നതിന് പറയാം ഞാൻ എന്ത് ചെയ്യാൻ പോവാം? 1.5 ഗുണിക്കണം 1.5 ഗുണിക്കണം 0.2 ഗുണിക്കണം 0.2. ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചെയ്യാൻ പോവാം. ഇതിനെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചെയ്യാൻ പോവാം. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ ക്ലാസ്സിലാണ് തോന്നുന്നു 5 × 0.5 × 0.05 എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്താൽ മതി ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുന്നത്? 1.5 ഗുണിക്കണം 1.5 ഗുണിക്കണം 0.2 ഗുണിക്കണം 0.2. ഇതിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് ദശാംശ സ്ഥാനം ഒഴിവാക്കിയിട്ട് ആ സംഖ്യകളെ മാത്രം ഗുണിക്കാൻ പോവാം. 2 × 2 കറക്റ്റ് അല്ലേ? 1.5 ഞാൻ 15 എന്ന് എഴുതി, 0.2 ഞാൻ 2 എന്ന് എഴുതി. അപ്പോൾ ഇതെനിക്ക് ഗുണിക്കണം. ഇത് ഗുണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. നമുക്ക് ഗുണിക്കാനായിട്ട് എവിടെ വേണമെങ്കിലും ഗുണിക്കാം. ഞാൻ ആദ്യം 15നെ 2 കൊണ്ട് ഗുണിച്ചു 30, ഈ 15നെ 2 കൊണ്ട് ഗുണിച്ചു 30, 30 × 30 900, 30 × 30 900 എന്ന് എനിക്ക് കിട്ടി അല്ലേ? എനിക്കിപ്പോൾ 15 × 15 × 2 × 2 എന്ന് ചെയ്താൽ ഇത് മൊത്തം ചെയ്താൽ, അതായത് 15 × 15 എത്ര? 225, 225 × 4 എത്രയാ? 900 നമുക്ക് കിട്ടി. 900 നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് എന്താ വേണ്ടേ? ഇതല്ല നമുക്ക് ചെയ്ത് കിട്ടേണ്ടത്. നമുക്ക് എന്താണ്? ഇതിൻ്റെ ഉത്തരമാണ് വേണ്ടത് അല്ലേ? പോയിന്റുള്ള സംഖ്യയുടെയാണ് വേണ്ടത്. അപ്പോൾ നോക്ക്, ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ ഒരു ദശാംശ സ്ഥാനം. അപ്പോൾ മൊത്തം എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം വേണം? 4 ദശാംശ സ്ഥാനം വേണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 സ്ഥാനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനത്ത് ആളില്ല, 4ാമത്തെ സ്ഥാനത്ത് ആളിൽ ആരെ ഇടും? 0 ഇടും. എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം 0.0900. അപ്പോൾ നോക്കുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലതുവശത്തേക്ക് സംഖ്യയ്ക്ക് ശേഷം വലതുവശത്തേക്ക് 0 ആണ് ഇടുന്നുണ്ടെങ്കിൽ 0 എത്ര 0 വേണേലും ഇടാം. പക്ഷെ വിലയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടാവുമോ? വാല്യൂ മാറുമോ? ഇല്ല. അതായത് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.09 എന്ന് എഴുതി നിർത്താം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതി തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 സ്ക്വയർ ഗുണിക്കണം 0.2 സ്ക്വയർ നേരിട്ട് ചെയ്യാനും പറ്റും. 1.5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 2.25. കാരണം എങ്ങനെയാ? 15ൻ്റെ സ്ക്വയർ എടുക്കുക, ഇവിടെ 0.5 സ്ക്വയർ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. അതേപോലെ ഗുണിക്കണം 0.2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.04. 2 സ്ഥാനം ഒരു സ്ഥാനം മാറ്റിയിട്ടാണ്. ഇവിടെ 2 കൊണ്ടാണ്, പവർ ആണ് 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് വേണം എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്നിട്ട് 2.2 ഗുണിക്കണം 0.04 വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 225 ഗുണിക്കണം 4 ചെയ്തിട്ട് 900 എന്ന് എഴുതും. നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ എന്താ? ഇവിടെ 1 2 3 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ 1 2 3 4 ദശാംശ സ്ഥാനങ്ങൾ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ കുറച്ചുകൂടി അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞു നോക്കുക, ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കാം, അല്ലെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേഗത തന്നിട്ടുണ്ട്. വേഗത എത്രയാ? 52 km/മണിക്കൂർ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സമയവും തന്നിട്ടുണ്ട്. സമയം എത്രയാ? 6 മണിക്കൂർ. 6 മണിക്കൂർ. നമുക്ക് വേണ്ടത് എന്താ? എത്ര ദൂരം യാത്ര ചെയ്യാം എന്നാണ്. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചതല്ലേ? ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? വേഗത ഗുണിക്കണം സമയം. വേഗത ഗുണിക്കണം സമയം. അപ്പോൾ നോക്ക്, ദൂരം കാണാൻ പോവാണ്, ഉത്തരം കാണാൻ പോവാണ്. എന്ത് ചെയ്താൽ മതി? ഈ 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര ഉത്തരം? 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ 312 കിലോമീറ്റർ എന്ന് കിട്ടും. എത്രയായിട്ടാ? 312 കിലോമീറ്റർ. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 52നെ 6 കൊണ്ട് ഗുണിക്കാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ആദ്യം 52 ആയതുകൊണ്ട് 50നെ 6 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 300 എന്ന് കിട്ടും. ഈ 2നെ 6 കൊണ്ട് ഗുണിക്കുക, 12 കിട്ടും. 300 12 കൂട്ടി 312. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗുണിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. 0 1 1 2 3 5 8 അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നോക്ക്, ഫസ്റ്റത്തെ 0, ഇനി അടുത്തത് 1. ഈ 0 ഒന്നും കൂട്ടി കഴിഞ്ഞതാണ്. ഈ 0 ഒന്നും കൂട്ടിയിട്ട് നമുക്കിവിടെ 1.
മനസ്സിലാവുന്നുണ്ടല്ലോ? 0 1 കൂട്ടിയ ഈ 1. ഇനി നമുക്ക് നോക്കുക, ഈ 1 1 കൂട്ടിയിട്ട് ഇവിടെ 2. ഞാൻ എഴുതാം 0 + 1 1. ഇനി അടുത്തത് എത്രയാ? 1 + 1 എത്രയാ? 2. ഇനി നോക്ക്, ഈ 1ഉം ഈ 2ഉം 1 + 2 എത്രയാ? 3. അപ്പോൾ ഈ 3 എത്തി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? 2 + 3. ആ പാറ്റേൺ മനസ്സിലാവുന്നുണ്ടോ? 5. അപ്പോൾ ഇനി നോക്ക്, ഈ 5 എത്തിയില്ലേ നമുക്ക്? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ 3 + 5 3 + 5 തൊട്ട് മുന്നത്തേനോട് കൂട്ടുക. അപ്പോൾ എത്ര അത്? 8. അപ്പോൾ ഇനി അടുത്ത എത്രയായിരിക്കും വരിക? 5 + നമ്മുടെ 8. 5ഉം 8ഉം എത്ര കൂട്ടിയാൽ എത്ര കിട്ടുക? 13. നമുക്കുള്ള ഉത്തരം ഓപ്ഷൻ ബി 13. തൊട്ട് മുന്നത്തെ സംഖ്യയായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് പറയാം, എന്നിട്ട് പിന്നെ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു മെത്തഡും പറയാം. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? വാങ്ങിയ വിലയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ 100% എന്ന് പറയുന്നതാണ് എന്ത്? 1200 രൂപ എന്ന് പറയണത്. 100%ആണ് 1200, സംശയമില്ലല്ലോ. അപ്പോൾ ഇനി എന്താ പറയുന്നത്? അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണം. ലാഭമാണെങ്കിൽ എന്ത് ചെയ്യണം? വാങ്ങിയ വിലയോട് കൂട്ടല്ലേ വേണ്ടേ? അപ്പം എന്ത് ചെയ്യണം? 100%ത്തോട് 12% കൂട്ടണ്ടേ? അപ്പോൾ ലാഭമാണ് ലഭിക്കേണ്ടത് വെച്ചാൽ 112%-ന് എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരമായി. എങ്കിൽ എത്ര റുപ്യക്ക് വിൽക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 112% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഇങ്ങനത്തെ കേസുകളിൽ? എന്ത് ചെയ്യും? നമ്മൾ നേരെ എന്ത് ചെയ്യും? ക്രോസ് ഗുണിക്കും. ക്രോസ് ഗുണിക്കല്ലേ ചെയ്യാറ്? 112 × 1200. അപ്പോൾ നോക്ക്, 1200 ഗുണിക്കണം 112 ഹരിക്കണം ദേ ഇയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന 100%. അപ്പോൾ ഈ 2 0 ഈ 2 0 പോയി. ഇനി എന്ത് ചെയ്യണം? 112-നെ 12 കൊണ്ട് ഗുണിക്കുക. 112-നെ 12 കൊണ്ട് ഗുണിക്കാൻ അറിയാലോ? 112 ഗുണിക്കണം 12. 2 × 2 4. O2 2 O2 2. അപ്പോൾ ഇനി ഇവിടെ O2 2 ഓരോന്നൊന്ന് ഓരോന്നൊന്ന് ചെയ്താൽ എത്ര കിട്ടുക? 4 4 3 1. 1344 രൂപയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ ഉത്തരം എത്രയാണ്? 1344. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി. ഇനി ഇത് നമുക്ക് മനസ്സിലെങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഒന്ന് ശ്രദ്ധിക്കുക. ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് നമുക്ക് 100% 1200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര ശതമാനം ലാഭത്തിൽ വെക്കണ്ടേ? 12%-ലല്ലേ? അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത്? 12% എത്രയാണെന്നാണ് കാണാൻ പോണത്. 12% എത്രയാണെന്ന് കാണുന്നതിന് മുമ്പായിട്ട് ഈ 100% 1200 ആണെന്നുണ്ടെങ്കിൽ 100% 1200 ആണെന്നുണ്ടെങ്കിൽ ഈ 12% കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10%-ഉം 2%-ഉം കൂട്ടിയാൽ മതി. അറിയാലോ? 10%-ഉം 2%-ഉം കൂട്ടിയാൽ മതി. 100% 1200 ആണെന്നുണ്ടെങ്കിൽ 10% എത്രയായിരിക്കും? ഒരു 0 കളഞ്ഞാൽ മതി അല്ലേ? എത്രയാ? 120. 1% എത്രയായിരിക്കും? അതൊന്നും ഒരു 0 കളഞ്ഞാൽ മതി. എത്രയാ? 12. അറിയാലോ? എല്ലാവർക്കും അറിയാലോ? ഇതറിയാലോ? അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാ? 12%. 12% എന്ന് പറഞ്ഞാൽ എന്താ? 10%-ഉം 2%-ഉം കൂട്ടുന്നത്. 10% 120. അപ്പോൾ 120 കൂട്ടണം. 2% വേണ്ടേ? ഇവിടെ നമുക്കറിയാം 1% 12 ആണ്. അപ്പോൾ 2% എത്രയായിരിക്കും? 24. 24. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാ? 4 4 1 144. 12% 1200-ൻ്റെ 12% എന്ന് പറഞ്ഞാൽ 144 ആണ്. നമുക്ക് കിട്ടി. നമുക്കിനി എന്തറിയാം? 100% 1200. അതിനോട് 144 കൂട്ടിയാൽ എന്ത് കിട്ടും? 112% കിട്ടും. അപ്പോൾ 1200 കൂട്ടണം 144. 1344. ആ രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്? ഒരു മിശ്ര ഭിന്നവും തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സാധാരണ ഭിന്നങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് പല രീതിയിലും ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാമെന്നറിയോ? ഇത് നമുക്ക് ആദ്യം ആ മിശ്ര ഭിന്നത്തിനെ കൂടി എന്താക്കാം? ഒരു വിഷമ ഭിന്നാക്കിയിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആ മിശ്ര ഭിന്നത്തെ ഈ 2 1/2 ഞാൻ എന്താക്കാൻ പോവാണ്? വിഷമ ഭിന്നാക്കാൻ പോവാണ്. ഞാനത് ഇവിടെ ചെയ്യാം. 2 1/2 ഞാൻ വിഷമ ഭിന്നാക്കുകയാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4 4 + 1 5 5/2. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയായിട്ട് മാറി? 5/2 കുറയ്ക്കണം 1/8 കുറയ്ക്കണം 1/16.
ഇതേപോലെയായിട്ട് ഈ ചോദ്യം മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, LCM മെത്തേഡ് വെച്ചിട്ട് കുറച്ചാൽ ഉത്തരം കിട്ടും. ഇതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 + 1/2 -1/8 -1/16 ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇത് മാത്രം സോൾവ് ചെയ്തതിന് ശേഷം ഈ രണ്ടിനെ വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഈ മെത്തേഡ് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാം, അങ്ങനെ ഫോളോ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ LCM മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2, 8, 16 ഇതിൻ്റെ LCM എത്രയാണ്? 2, 8, 16. അപ്പോൾ LCM കാണാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ടായിരുന്നു. എന്താണ്? കൂട്ടത്തിൽ തന്നിട്ടുള്ള വലിയ ആളാരാ നോക്കുക. ഇതേ 16 അല്ലേ. ഈ 16നെ ചെറിയ 2 സംഖ്യകൾ കൊണ്ടും കൂട്ടത്തിലുള്ള മറ്റു സംഖ്യകൾ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റുമോ, നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും എന്ത്, LCM. ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ 16. 16നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 2 8 ആണ് 16. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 16 എന്ത് ഇവിടെ LCM. അപ്പോൾ ആ 16നെ നമ്മൾ താഴെ എഴുതി. ഇനി മേലത്തെ കാര്യം നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം എന്തുണ്ട്, 5/2 എല്ലാ സംഖ്യകളെയും എന്ത് ചെയ്യുക, ഈ 16 കൊണ്ട് തന്നെ LCM കൊണ്ട് തന്നെ അങ്ങ് ഗുണിക്കുക. -1/8 ഗുണിക്കണം 16 -1/16 ഗുണിക്കണം 16. സിംപ്ലിഫൈ ചെയ്താൽ ഇത് ഇതാക്കുന്നത് വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 8 കിട്ടി അല്ലേ. അപ്പോൾ 5 40 കുറയ്ക്കണം, ഇവിടെ വെട്ടിയാൽ 2 കുറയ്ക്കണം, ഇവിടെ വെട്ടിയാൽ 1 /16. അപ്പോൾ ഇത് ചെയ്താൽ എത്ര കിട്ടുക, 40 - 2 എത്രയാ, 38. 38ന്ന് 1 കുറച്ചാൽ 37. 37 ഹരിക്കണം 16. നമ്മുടെ ഉത്തരം എത്രയാണ്, 37 ഹരിക്കണം 16 /16. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി മറ്റേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ, 2 + 1/2 -1/8 -1/16. ആദ്യം എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം ചെയ്യുക, എന്നിട്ട് അത് 2 കൂട്ടുക. അപ്പോൾ പിന്നെ അതിനെന്ത് ചെയ്യണം, മിശ്രഭിന്നത്തിലേക്ക് മാറ്റണം കേട്ടോ. ഞാനത് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് നേരിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ സെയിം ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ചോദ്യമാണ്. ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് തന്നെ ചെയ്ത ചോദ്യമാണ് ഈ ചോദ്യം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ചോദ്യം എന്താണ്, 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 നോക്ക്, 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ഇനി എന്താ തന്നിട്ടുള്ളത്, ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ. അപ്പോൾ എത്ര ആൾക്കാരായി, 36 അല്ലേ. അപ്പോൾ ശരാശരി വയസ്സ് എത്രയെന്നാണ് പറയുന്നത്, 12 ആയി എന്നാണ് പറയുന്നത്. ഇത് അതേപോലെ എഴുതാൻ അറിയാലോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാലോ. എന്താ ചെയ്യേണ്ടത്, വ്യത്യാസം എടുക്ക്. വ്യത്യാസം എടുത്താൽ എത്ര വരിക, 35 36 എന്ത് ചെയ്തു, +1 കൂടി. അപ്പം അതേപോലെ ഇവിടെ 11 എന്തായി, 12 അവിടെ എന്താണ്ടായത്, +1 കൂടി. ഇനി എന്താ ചെയ്യാറ്, ഇതിനെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കുക അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിച്ചു. അപ്പോൾ ആദ്യം +1 ഗുണിക്കണം 12 എത്ര, 12 കൂട്ടണം ഈ +1 ഗുണിക്കണം 35 അപ്പോൾ എത്രയാ, 12 35 കൂട്ടിയാൽ 47. അതാണ് ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. ചെയ്തും അടുത്ത ചോദ്യം അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണാനാണ് പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി, 5 ഒറ്റ സംഖ്യകൾ ഏതാണെന്ന് എഴുതി വെച്ചാൽ പോരെ. ആദ്യം 1 3 5 7 9 1 2 3 4 5 5 ഒറ്റ സംഖ്യകൾ നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ ലസാഗു കാണണമല്ലോ. ലസാഗു കാണാൻ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആകെ ഒറ്റ ഒന്നിനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ 3നെ ചെയ്യാൻ പറ്റും, 9 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 1 എഴുതി, 3നെ ചെയ്തപ്പോൾ 1 കിട്ടി, 5 തന്നെ, അതുപോലെ 7 ചെയ്താൽ 7 തന്നെ, 9നെ ചെയ്താൽ 3. ഇനി ചെയ്യേണ്ടതുണ്ടോ, ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഇനിയുള്ളതെല്ലാം പ്രൈം നമ്പേഴ്സാണ്, ഇനിയുള്ളതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, 3 ഗുണിക്കണം 5 ഗുണിക്കണം 7 ഗുണിക്കണം 3. ഈ 1 ഞാൻ ഒഴിവാക്കിയ എന്തുകൊണ്ടാണ്, 1 ഗുണിക്കണം 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇവിടെ നോക്ക്, ഇത് ചെയ്താൽ എത്ര കിട്ടുക, 3 5 15 × 7 എത്രയാ, 15 × 7 105. ഇനി എന്താണ് 105 × 3 105 × 3 315. 315 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇത് സിമ്പിളായിട്ട് ഇതിന് മുമ്പ് ഈ ഗുണിക്കാനൊന്നും അത്രയധികം ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്ക്, ഇതൊന്ന് നോക്കുമ്പോൾ 3 × 5 × 7 × 3 ഇതിലെവിടെ എന്ത് ചെയ്യില്ല, ഒരു 0 വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ 300 വരില്ല.
അതുപോലെ തന്നെ ഇത് 2 ഗുണിച്ചാൽ തന്നെ 9 വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യില്ല, ഇത് രണ്ടും വരില്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഉത്തരം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കാം, അല്ലാതെ ഗുണിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം നോക്കൂ, കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ചോദ്യമാണ്, കണ്ടാൽ ടഫാണെന്ന് തോന്നുമെങ്കിലും നോക്ക്, കേരള അതുപോലെ അതിൻ്റെ സ്പെല്ലിങ് എഴുതി. അതേമാതിരി ഇനി അതിൻ്റെ നേരെ താഴെ JFQ, ഇനി ഏതാ BKB. ഇനി ഒന്ന് നോക്ക് ജെ കഴിഞ്ഞിട്ടാണ് കെ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എത്തേണ്ടത്. അതായത് ഇവിടെ ഒന്ന് കുറച്ചാണ് പറഞ്ഞത്, കെയുടെ തൊട്ട് മുമ്പുള്ളതല്ലേ ജെ. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ ഈ ഒഡീഷ എഴുതിയിട്ട് അത് ചെയ്തു നോക്കാം. ഒഡീഷ എഴുതിയിട്ട് അതുപോലെ ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, ജെ കഴിഞ്ഞിട്ടാണ് കെ. അപ്പോൾ അതേമാതിരി ഏത് കഴിഞ്ഞിട്ടാണ് ഓ വരാൻ പോകുന്നത്, എൻ കഴിഞ്ഞിട്ടാണ് ഓ അല്ലേ. അപ്പോൾ ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എഴുതുന്നു, എൻ കഴിഞ്ഞിട്ടാണ് ഓ വരേണ്ടതെന്ന്. ഇനി അടുത്തത് നോക്ക്, ഇ കഴിഞ്ഞ എഫ് ദേ നേരെ തിരിച്ച, ഇവിടെ -1 ഇവിടെ +1 അതാണ് വന്നത്. ഇ കഴിഞ്ഞിട്ട് എഫ്. അപ്പോൾ ഇനി എന്താണ്, ഡി കഴിഞ്ഞ അടുത്തത് ഏതാ, ABCDE. ഡി കഴിഞ്ഞാൽ ആരാ, ഇ. അപ്പോൾ ഓപ്ഷൻ ഇ നോക്കി, NE വെച്ചിട്ട് 2 ഉണ്ട്, മറ്റത് അപ്പോൾ അല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഏതായി, 6. ഇത് നോക്ക്, ക്യൂ കഴിഞ്ഞിട്ടല്ലേ 6, അപ്പോൾ അവിടെ എന്താ -1 ആ. അപ്പോൾ ഇവിടെ അതേപോലെ നോക്കുമ്പോൾ ഏതാ, എച്ച് കഴിഞ്ഞല്ലേ ഐ, അപ്പോൾ ഇവിടെ വരേണ്ടത് ഏതാ, എച്ച് ആണ്. ഇനി അടുത്ത് നോക്ക്, എ കഴിഞ്ഞ് ബി, അപ്പോൾ ഇവിടെ എന്താണ്, എസ് കഴിഞ്ഞ ഏതാ വരിക, ST ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷനിൽ ഏതാ ഉള്ളത്, ഇതേ രണ്ടും അതേപോലെ തന്നെ എത്തിയില്ലേ. ഇനി അടുത്തത് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇവിടെ കെ കഴിഞ്ഞാലാണെന്ത്, L. അപ്പോൾ എച്ചിന് മുമ്പുള്ളത് ആരാ, ABCDEFG ആണ് അല്ലേ, ജി അല്ലേ. ഇനി അപ്പോൾ ഇവിടെ വരുന്നത് GH ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ, ഓപ്ഷൻ എ NEHTGB ആണ് അല്ലേ. സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മളൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണിത്. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര? എന്ത് ചെയ്യും? ആകെ കുട്ടികളുടെ എണ്ണം 50 ആണ്. അനുവിൻ്റെ റാങ്ക് എത്രാമതാ, 20. ഫ്രണ്ടിൽ നിന്ന് 20 ആണ്. അപ്പോൾ 50 - 20 കഴിഞ്ഞോ? അവസാനത്തുനിന്ന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുറച്ചിട്ട്, അതായത് ടോട്ടൽ ഉള്ളതെന്ന് ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് കുറച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇനി വരുന്നത് +1. +1 50 20 പോയാൽ 30, 30 + 1 31. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 5 126, 9 അടുത്ത സംഖ്യയായിട്ടുള്ള ബന്ധം. അതായത് 5ന് 126നോടുള്ള പോലെ 9ന് ആ സംഖ്യയായിട്ടുള്ള ബന്ധം. ഇവിടെ നോക്ക്, 5 126. ഈ 5 126, ഈ 126 എന്ന് പറയുന്നത് എന്താ, 5³ + 1 ആണ് 126. അപ്പോൾ ഇവിടെ 9 എന്ത് വരണം, 9³ + 1 വരണം. 9³ എത്രയാ, 729 + 1 എത്രയാ, 730 ആണ് കറക്റ്റായ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തെറ്റിച്ച് അടിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 146, 156, 176, 196 എന്നീ സംഖ്യകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് PSCയുടെ ഒരു രീതി വെച്ചിട്ട് എന്താണ് ഉത്തരമായിട്ട് വരാറുള്ളത്, ദേ ഈ 196 വരാറുള്ളത്. കാരണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ത്, 196. മറ്റതൊന്നും എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. PSC സാധാരണ ഇതാണ് നോർമലി ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഒരു സംഖ്യ അതെ ഈ 146 എന്ന് പറയുന്നത് അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതായത് 156/4 ചെയ്യാം, 176/4 ചെയ്യാം, 196/4 ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, 146/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം 0 കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വേണമെങ്കിൽ ഫോർ സേക്ക് എന്ത് ചെയ്യാം, 146 ഉത്തരമായിട്ട് വരാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ PSC ആവർത്തിച്ച് ചോദിക്കാറുള്ളത് ഏതായിരുന്നു, ദേ ഈ 196 എന്ത് സ്ക്വയർ ഏതാണ്, അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യ ഏതാണെന്നുള്ള പോലെയാണ് PSCയുടെ ഒറ്റയാൻ ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുള്ള ചോദ്യങ്ങൾ ഉണ്ടായത്. ഇനിയിപ്പോൾ 146 ഒക്കെ എഴുതിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഈ ചോദ്യം നോക്കാം. പ്ലസ് സമം ഗുണനം, മൈനസ് സമം ഹരണം. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴേ കൺഫ്യൂഷൻ ആവാതിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതൊന്ന് എടുത്ത് എഴുതുക കേട്ടോ. പ്ലസ്
ഗുണിക്കുക, മൈനസ് ഹരിക്കുക, അതുപോലെ എന്താണ് അടുത്തത് ഗുണിക്കണം എന്നുള്ളതിന് പകരം എന്താണ് കുറയ്ക്കുക, അതുപോലെ ഹരിക്കണം എന്നുള്ളതിന് പകരം കൂട്ടുക. ഇനി നമുക്കിത് ചെയ്തു നോക്കാം. 5 കൂട്ടണം 6 എന്നല്ലേ, അപ്പോൾ എന്താണ് ഗുണിക്കണം 6. ഇനി ഹരിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നുള്ളതിന് പകരം പ്ലസ് ആണ്, ഇനി എന്താണ് 6 തന്നെ. അപ്പോൾ ഇനി എന്താ വേണ്ടത് 6 കുറയ്ക്കണം 2 എന്നല്ലേ, കുറയ്ക്കണതിന് പകരം ഹരിക്കണം 2. ഇനി ഗുണിക്കണം എന്നുള്ളതിന് പകരം കുറയ്ക്കലല്ലേ, കുറയ്ക്കണം 10. അപ്പോൾ ഇത് ചെയ്താൽ മതി. ഇനി നോക്ക്, ആദ്യം നമ്മൾ ഹരിക്കാനുള്ളത് ചെയ്യുന്നു. 6 ഹരിക്കണം 2, 6 ഹരിക്കണം 2 ചെയ്താൽ 3. ഇവിടെ ഇതാക്കുന്ന അടുത്തത് ഗുണിക്കാനുള്ളത് 5 ഗുണിക്കണം 6 എത്രയാ, 6 5 30. ഇനി ബാക്കിയുള്ള എന്ത് ചെയ്യാം, 30 + 3 - 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 33 10 കുറയ്ക്കുക. എത്രയാണ് 33 10 പോയാൽ 23. 23 ആണ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 2/3 കൂട്ടണം എക്സ് സമം 5/6 ആണെങ്കിൽ എക്സിൻ്റെ വില എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് എഴുതാം. 2/3 കൂട്ടണം എക്സ് സമം 5/6. ഇതിൽ എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എക്സിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഭിന്നസംഖ്യയെ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, 5/6 കുറയ്ക്കണം 2/3. 5/6 കുറയ്ക്കണം 2/3. ഇത് കുറയ്ക്കണം 2/3 എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ പ്ലസ് 2/3, അത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും -2/3 എന്നായിട്ട് മാറും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് ഈക്വൽ ആക്കിയാലും മതി. ഭിന്നസംഖ്യകളെ ഈക്വൽ ആക്കിയാലും മതി, ഛേദം ഈക്വൽ ആക്കിയാലും മതി. നമുക്കിപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്തു നോക്കാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 × 5 15 കുറയ്ക്കണം 6 × 2 എത്രയാ 12 ഡിവൈഡഡ് ബൈ 6 ഗുണിക്കണം 3. താഴെയുള്ളത് നേരെ ഗുണിക്കുക. അപ്പോൾ എത്ര മേലെ വരിക, 15 12 പോയാൽ 3 ഡിവൈഡഡ് ബൈ താഴെ എത്രയാ 18. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കാം അല്ലേ, 3/18 വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 3 3 6 3 18. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. 1/6 ആയിരിക്കും. ഇനി ഞാനിതേ വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ ചെയ്യാനല്ലാതെ നിങ്ങൾക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചില ആളുകൾ ഈ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് x = 5/6 - 2/3 എന്നുള്ള പോലെ എത്തിയില്ലേ. ഇനി നിങ്ങളൊന്ന് നോക്ക്, ഇവിടെ 6 ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5/6 കുറയ്ക്കണം, ഇവിടെ 3 ആണ് ഇവിടെ 6 ആണ്. നമുക്കിതിനെ ഛേദത്തിന് എന്താക്കാം, തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 6 ആയി. അതേപോലെ എന്ത് ചെയ്യുക, മേലെ 2 കൊണ്ട് ഗുണിക്കുക. താഴെ മേലെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഭിന്നസംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഭിന്നസംഖ്യ എങ്ങനെയായിട്ട് മാറി, 4/6 എന്നുള്ള രീതിയിലേക്കായിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഛേദങ്ങൾ തുല്യമാണ്, ഛേദം തുല്യമായതുകൊണ്ട് 6 അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യാം, മേലെ അംശങ്ങളെ കുറച്ചാൽ മതി, 5 4 പോയാൽ 1. ഈ രീതിയിലും നമുക്ക് ഭിന്നസംഖ്യകളെ കുറയ്ക്കാൻ പറ്റും അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? നമ്മളിത് ആദ്യം ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വടക്ക് തെക്ക്, കിഴക്ക് പടിഞ്ഞാറ്, ഈ സാധനം ആദ്യം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദിശ. ഇനി നമ്മൾ ആദ്യം അയാൾ നിൽക്കുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, 5 മീറ്റർ കിഴക്കോട്ട് നടന്നു എന്നാണ് പറഞ്ഞത്. 5 മീറ്റർ കിഴക്കോട്ട് നടന്നു. ഇനി എന്താ പറഞ്ഞത്, തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട്. ലംബമായി 12 മീറ്റർ വടക്കോട്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും, ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇതാണ് ആദ്യത്തെ സ്ഥാനം. ഇത് തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ വരയ്ക്കും അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസാണ്. ഇതിപ്പോൾ എന്താണ്, ഒരു മട്ട ത്രികോണമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്, പൈതഗോറസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പൈതഗോറസിൻ്റെ തിയറാണ്. പൈതഗോറസിൻ്റെ തിയർ എന്താ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കർണം എന്ന് പറയുന്നത് ഇതാ, അല്ലെങ്കിൽ എന്താണ്, ഏറ്റവും വലിയ നീളമുള്ള ഭാഗത്തിൻ്റെ സ്ക്വയർ സമം എന്താണ്, മറ്റ് നീളം കുറവുള്ള 2 ഭാഗങ്ങളുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ കർണത്തിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ടതിൻ്റെ ഇതിൻ്റെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പാദം സ്ക്വയർ ഇവിടെ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്താൽ മതി. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25, 12ൻ്റെ സ്ക്വയർ 144. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക, 169 അല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് കർണം സ്ക്വയർ ആണ് 169. അപ്പോൾ കർണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താണ് ഈ ഏറ്റവും നീളമുള്ള ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 169ൻ്റെ റൂട്ട് എടുത്താൽ മതി. എത്രയാ? 13. അല്ലെങ്കിൽ തന്നെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് 3, 4, 5 3, 4 എന്നീ വശങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ വശം 5 ആയിരിക്കും. 6, 8 എന്നീ വശങ്ങളാണെങ്കിൽ വലിയ വശം 10 ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്ത്? 5ഉം 12ഉമാണ് വശങ്ങളെങ്കിൽ അടുത്ത വശം 13 ആയിരിക്കും. ഇതതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രോബ്ലം ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമായിരുന്നു ഈ സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പുസ്തകങ്ങൾ, ലൈബ്രറി, അതുപോലെ സിനിമയ്ക്കുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. പുസ്തകങ്ങൾ എവിടെ ഉണ്ടാവുക? ലൈബ്രറിയിൽ. സിനിമ എവിടെ കാണുക? തിയേറ്ററിൽ. സിമ്പിൾ ചോദ്യം അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കുക. എയുടെ അമ്മയാണ് ബി. എയുടെ അമ്മയാണ് ബി. എയുടെ അമ്മയാണ് ബി. ഇത് അമ്മയാണ് കേട്ടോ. ബിയുടെ അമ്മയാണ് സി. ബിയുടെ അമ്മയാണ് ആര്? സി എന്ന് പറയുന്ന ആള് ബിയുടെ അമ്മയാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് സിയുടെ മകനാണ് ഡി. അപ്പം എന്താണ്? സിയുടെ മകനാണ് ഡി. അപ്പം അതായത് ബിയും ഡിയും സഹോദരങ്ങളാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എയുടെ ആരാണ് ഡി എന്നാ. എയുടെ ആരാണ് ഡി എന്നാ. എയുടെ ആരാണ് ഡി? അമ്മാവനാണ്. അതായത് അമ്മയുടെ സഹോദരനാകുമ്പോൾ അമ്മാവനാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കുക. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ മനുവിൻ്റെ പ്രായമാണ്. ചോദ്യം കാണുമ്പോൾ അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇപ്പോഴത്തെ മനുവിൻ്റെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം എന്താണ്? ഇവരുടെ പ്രായത്തിൻ്റെ മടങ്ങ് 2 മടങ്ങാവും എന്നാണ് പറഞ്ഞത്. മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. എപ്പോഴാ? അടുത്ത വർഷം. ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേ മോഡൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാ അല്ലേ? എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം മനു, അതുപോലെ വിനു. ഇത് നമ്മൾ ആദ്യം ഒന്ന് എഴുതി, ഒരു ഹെഡിങ് മാറ്റി എഴുതി. ഇന്ന് നോക്ക്. എന്നിട്ട് എന്താ പറഞ്ഞത്? അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2:1 എന്നുള്ള റേഷ്യോ. അതായത് ഒരാൾക്ക് 2 വയസ്സാണെങ്കിൽ വിനുവിന് 1 വയസ്സ്. എപ്പോഴാ? അടുത്ത വർഷമാണേ, മറക്കണ്ട. 2:1 എന്നുള്ള റേഷ്യോ. ഇത് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഇനി നോക്ക്. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 10 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വയസ്സുകളുടെ വ്യത്യാസം ചോദ്യത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാലത്ത് വ്യത്യാസപ്പെടുമോ? ഇല്ല. വയസ്സുകളുടെ വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 10 വയസ്സാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി എന്താ വേണ്ടേ? നോക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസം, ഈ 2 1 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. ആ 1 എന്ന് പറയുന്നതാണ് എന്ത്? 10 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് വേണേ എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 10നെ 1 കൊണ്ട് ഹരിച്ച്. ഓക്കെ. ഇനി നമുക്ക് ആരെ വയസ്സാണ് വേണ്ടത്? ഇപ്പോൾ ഇവർ 2, ഇയാളുടെ വയസ്സാണ് വേണ്ടത്, മനുവിൻ്റെ വയസ്സാണ് വേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യാം? ഈ 2 കൊണ്ട് എന്നിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 10/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 നിങ്ങൾക്ക് അറിയാം. 10 × 2 20. അപ്പോൾ മനുവിൻ്റെ വയസ്സ് എത്രയാ? 20. അപ്പോൾ വിനുവിൻ്റെ വയസ്സ് എത്രയാണ്? 10. ഇത് എപ്പോഴാണ് ഇവരുടെ വയസ്സ് 20ഉം 10ഉം ഉള്ളത്? അടുത്ത വർഷമാണ് ഇവരുടെ വയസ്സ് 20ഉം 10ഉം ഉള്ളത്. അപ്പോൾ ഈ വർഷം എത്രയായിരിക്കും? 19ഉം 9ഉം ആയിരിക്കും. നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോഴത്തെ മനുവിൻ്റെ പ്രായം എത്രയാ? 19. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ ചോദ്യം ചെയ്യുമ്പോഴെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്നത് അടുത്ത വർഷത്തെ പ്രായമാണ്, എനിക്ക് വേണ്ടത് ഇപ്പോഴത്തെ പ്രായമാണ്. അതെപ്പോഴും മനസ്സിലില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഉത്തരം തെറ്റാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ആവറേജ്, ഒരു സിമ്പിൾ പരീക്ഷ തന്നെ ആയിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത പരീക്ഷ തന്നെയായിരുന്നു. ഒരു 17 മാർക്ക് എന്തായാലും എല്ലാവർക്കും നേടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക്